നമ്മുടെ സ്നാക്ക് സീരീസിൽ നാലാമത്തെ ഐറ്റമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാബേജ് വട കേട്ടോ. ക്യാബേജ് നമ്മൾ ഉള്ളിവട പോലെ ക്യാബേജ് വട. അത് നമ്മളൊരു ഒരു പകുതിയുടെ ഒരു പകുതി ക്യാബേജ് നീളത്തിൽ അരിഞ്ഞിട്ട് വേണം. പിന്നെ സവാള ഒരു പകുതി, ഒരെണ്ണത്തിൻ്റെ പകുതി നീളത്തിലിങ്ങനെ അരിഞ്ഞെടുത്തതും, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, നമ്മുടെ മല്ലിയുടെ ഇലയൊക്കെ ഇട്ടാൽ നല്ലതാട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് വരും. എല്ലാം കൂടി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നത്. അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കായംപൊടി ഇടണം. കായംപൊടി ഈ ബജിയിൽ കായംപൊടിയൊക്കെ ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയിട്ട് ഉപ്പ്, കായംപൊടി, പിന്നെ ഒരു 4 സ്പൂണ് എന്തിടണം, കടലമാവ് പൊടി ഇടണം. അടി കടലമാവും ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുക ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഒഴിക്കണം. എന്താണെന്ന് വിചാരിച്ചാൽ ഈ ക്യാബേജിൽ നിന്നും ഉള്ളിയിൽ നിന്നും വെള്ളം കുറച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് മിക്സ് ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. പിന്നെ അവസാനം നമുക്കതിൽ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി ആയ കാരണം അധികം സ്പൈസി ഉണ്ടാവില്ല. മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മളിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി അതിലിട്ട് നമ്മൾ എന്ത് ചേർക്കണം, ഈ കുറച്ച് ചെറുതായി കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഈ മിക്സ് എടുത്തിടണം. എന്നിട്ട് അത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. നല്ലൊരു കളർ വരുന്നവരെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിവടയേക്കാളും ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ ക്യാബേജ് വട ഉണ്ടാക്കുമ്പോൾ. നമ്മളിപ്പോൾ ഒരു ക്യാബേജിൻ്റെ ഒരു റോ ടേസ്റ്റ് ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. ഉള്ളിയും ക്യാബേജ്, മുളക് പൊടി, ആ കായത്തിൻ്റെയൊക്കെ കൂടി ടേസ്റ്റ് വരുമ്പോൾ നമുക്കൊരു നല്ല ഫ്ലേവറും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സ് വെച്ചിട്ട് നമുക്ക് ചില്ലി ഗോബി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ചുമ്മാ ജസ്റ്റ് സ്നാക്സ് ആയിട്ടാണ് യൂസ് ചെയ്യണേ. നല്ല പോലെ നമ്മളിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഉള്ളി പുറത്ത് നല്ല കരിഞ്ഞ് പോലെയും ഉള്ളി വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇളക്കിയിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇത് ഫ്രൈ ആയിന്ന് അറിയാം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഒരു ചിലി സൗണ്ട് ഉണ്ടാവുകയും നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ആ സ്റ്റേജിലാണ് നമുക്കിത് ഫ്രൈ ആയിട്ട് മനസ്സിലാവുക. അങ്ങനെ നമുക്കെല്ലാം ഇതുപോലെ നല്ല വറുത്തെടുക്കാം. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിത് വെച്ചിട്ടൊരു കറി പോലെ ഇങ്ങനെ എന്താ പറയുക, പനീർ കറി വയ്ക്കില്ല, അതുപോലെ ഒരു കറി ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം വറുത്തെടുക്കാം. കുറച്ച് എടുത്തിട്ട് വറുത്തിട്ടാൽ മതി. കണ്ടിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ബ്രൗൺ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ആക്കിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം സ്നാക്സ് ആയിട്ട്. ഇത് ഈ ഓയിലി ഫുഡ് എന്നും കഴിക്കുന്നത് നല്ലതൊന്നുമല്ല, എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം.